ഹലോ കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടാക്കണ കണ്ടാലോ? അപ്പോൾ ഇത് കണ്ടപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകണം. ഇഞ്ചിക്കറി, പുളിയിഞ്ചി, പിന്നെ എന്താണ് ഇഞ്ചമ്പുളി, അങ്ങനെയൊക്കെ ഓരോ നാട്ടിൽ പറയും. നമ്മൾ ഇഞ്ചിക്കറി എന്ന് പറയും. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധനം കണ്ടോ, ഇത് ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഉരച്ചെടുക്കത്തില്ലേ, ആ ഒരു ഐറ്റമാണത്. അപ്പോൾ ആ സാധനത്തിനകത്തിട്ട് നമ്മൾ ഫൈനാക്കി ഉരച്ച്, അതായത് ചെറിയ ഇതാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ബ്ലേഡ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്തിട്ട് ഉരച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ പണ്ടൊക്കെ എന്താണ് തുണിയൊക്കെ വിരിച്ച്, ചാക്കിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിച്ച് കത്തി കൊണ്ടിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിയല്ലേ അരിഞ്ഞെടുത്ത് കൊണ്ടിരുന്നത് വെച്ചാൽ. ഞാനും അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ല, പഠിച്ചു നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഏറ്റവും ചെറിയ നല്ലൊരിതായിട്ട് നന്നായിട്ട് ചെറുതാക്കി ഉരച്ചെടുക്കണം. ഇല്ലെങ്കിൽ എണ്ണക്കകത്തിന് മൂപ്പിക്കുമ്പോൾ ഇത് മൂത്ത് കിട്ടാൻ പാടായിരിക്കും. ഇഞ്ചി നന്നായിട്ട് മൂത്തില്ലെങ്കിൽ കറിക്ക് സ്വാദുണ്ടാവില്ല. അത് ഒരു കയ്പ്പ് ചുവയോ ഒരു വല്ലാത്തൊരു കുത്തലോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടത് ചോപ്പ് ചെയ്ത് തന്നെ എടുക്കണം. എന്നാലാണ് ഇഞ്ചിക്കറിക്ക് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിൽ നമ്മളിത് ചെയ്യാമെന്ന് പറയുന്നത്, നല്ല ഇത് നൈസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും എണ്ണക്കകത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്രിസ്പി അത് നല്ല ക്രിസ്പിനെസ്സായിട്ട് വറുത്തെടുത്തിട്ട് അത് ഒന്നില്ലെങ്കിൽ അരകല്ലിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അതല്ലെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടും ഇത് ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നാക്കി ഇതെല്ലാം അടുപ്പിച്ച് വെക്കൽ ഡ്യൂട്ടി മാത്രമേ എൻ്റേതുള്ളൂ. പിന്നെ ഇതുണ്ടാക്കുന്നത് അമ്മയാണേ, എൻ്റെ മദറിലോ. പിന്നെ ഇത് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയില്ലെങ്കിലും ഇതും കൂട്ടിയാണേലും എല്ലാവരും കഞ്ഞി കുടിച്ചോളും. അങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇവിടുത്തെ പുത്രന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണിത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് തലക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു വിടും. അങ്ങനെ അപ്പം ഞാനിത് മൊത്തം ഉരച്ചെടുത്ത് എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയെല്ലാം ഞാനിവിടെ പൊടിയാക്കി എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈനാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 പച്ചമുളക് കാണിച്ചെങ്കിൽ ഞാൻ ഒരെണ്ണം ഇട്ടുള്ളേ, കാര്യം നല്ല വലിയ പച്ചമുളകല്ലേ. അപ്പോൾ ഒരു പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കുറച്ചത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ പൊടികൾ നമ്മൾ മുളക് പൊടി, ഇച്ചിരി കായപ്പൊടി, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് വെച്ചതും കായപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് നല്ല നാടൻ വാളംപുളിയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുളിവെള്ളമാണ് യൂസ് ചെയ്യുന്നത്, വാളംപുളിയുടെ വെള്ളം. അപ്പോൾ വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുതിർത്ത് തിരുമ്മി പിഴിഞ്ഞെടുത്തിട്ട് ആ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ശർക്കര, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിച്ച് ചേർത്ത് നന്നായിട്ട് കലക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന പൊടികളും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം
ഞങ്ങൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി എണ്ണക്കകത്തിട്ട് ഒരുവിധം മൂപ്പായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് ഒരു അതിൻ്റെ അകത്ത് ആ പച്ചമുളക് തിന്നാനും നല്ലൊരു ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവർ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ അമ്മ പച്ചമുളക് ചേർക്കാറില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പച്ചമുളക് ചേർക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് കാരണം മാത്രം അതെടുത്തതാണ്. അമ്മ അത് കടുക് വറുക്കാൻ നേരമാണ് ഇടുന്നത്. അപ്പം അമ്മ അതാ വന്ന് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഡയറക്റ്റ് എണ്ണ ഒഴിക്കാതെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അമ്മ. അതെന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മ പറയുന്നത് എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഈ ഇഞ്ചിയുടെ വെള്ളം ഒന്ന് എന്താ പറയുക, ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ആ ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ അതിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ അതൊരുവിധം വാടിക്കഴിയുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്ന അമ്മ. അങ്ങനെ അമ്മ നന്നായിട്ട് ഇഞ്ചിയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ആകുമ്പോഴത്തേനും അതിലേക്ക് അമ്മ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ അടുക്കി പിടിക്കണ കാരണം ഞാൻ പിന്നെയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഈ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഈ ഒരു പണി മാത്രമേ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കുക, ബാക്കിയൊക്കെ സിമ്പിളാണേ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പം ആ ചട്ടിയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് ആ പാത്രത്തിൽ വെച്ച് കൈവച്ച് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് ആ സെയിം ചട്ടി തന്നെ, അത് നമ്മുടെ ഇഞ്ചി വറുത്തെടുത്ത അതേ ചട്ടി, അതിനകത്ത് എണ്ണ കുറച്ചുണ്ടല്ലോ, അതേ ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക അമ്മ ചെയ്യണേ. അപ്പോൾ അതാ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടില്ല, പുളിവെള്ളം നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഞരടിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് എന്നിട്ട് എന്താണ് ശർക്കര കുത്തിച്ചതച്ചിട്ട് ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശർക്കരയും പിന്നെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കായപ്പൊടി ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് അമ്മ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തെന്ന്, അമ്മ അങ്ങനെ ഉടച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടി ഇഞ്ചി വറുത്ത അതേ ചട്ടി അടപ്പത്ത് വെച്ച് അത് എണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പിന്നെ ആ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആ കൈ വെച്ച് പൊടിച്ച് വെച്ച് ഇഞ്ചി അത് ചേർത്ത് ഇളക്കിയിട്ട് നമ്മുടെ മിക്സ് പൊടികളെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ആ മിക്സിയിലെ പുളിവെള്ളത്തിൻ്റെ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് അടപ്പത്തങ്ങ് വെച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ പരിസരത്തേക്ക് നോക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വെള്ളം ഇപ്പം നന്നായിട്ട് വെള്ളം ഉണ്ടാവില്ലേ അതിൽ, അപ്പോൾ നല്ല തീയിൽ കിടന്ന് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് തനിയെ അത് കുറുകി വരണം. ആ തീയിൽ കിടന്ന് നമ്മുടെ ഈ കൂട്ട് കുറുകി വരണം. അപ്പം ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് നിന്നിട്ട് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാനായിട്ടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി അതിൻ്റെ പുളിയും ഉപ്പും മധുരവും എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് തിളച്ച് സെറ്റാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. ഇതാ കണ്ടത് വെള്ളം പോലെ ഇരിക്കണണ്ട, ഈ ടെക്സ്ചർ മാറി നല്ല കുറുകിയ പരുവത്തിൽ വരണം. അതുവരെ നമ്മൾ തീ കത്തിച്ച് കൊടുക്കണം. ഇവിടങ്ങളിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റൈലല്ല കേട്ടോ, വൈക്കംകാരുടെ സ്റ്റൈലിലാണ്. വൈക്കംകാരുടെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് ചേർത്തിട്ടുള്ള ഇഞ്ചിക്കറിയായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നേ. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ രീതിയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.